Once again, welcome back to PAB TEC. അപ്പം PAB TECിലേക്ക് അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഗൈസ് അപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സാധനം ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന ഐറ്റമാണ് ഞാൻ ജസ്റ്റ് ഇപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ജസ്റ്റ് വന്നതേ ഉള്ളൂ. കുറച്ച് നാൾക്ക് മുമ്പ് ഓർഡർ ചെയ്തതാണ്. അപ്പം വരാൻ കുറച്ച് ലേറ്റായി. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ ചെയ്യുന്ന സാധനമാണ്. റിംഗ് ലൈറ്റ് ആണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ അൺബോക്സ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഒരാളെയും കൂടെ പരിചയപ്പെടുത്തി തരാം. ആളെ ഞാൻ ജസ്റ്റ് ഇപ്പം പരിചയപ്പെടുത്തി തരാം. വെൽക്കം. ഹായ് ഗൈസ്. ഇപ്പോൾ ഇതെൻ്റെ സിസ്സാണ് ഗൈസ്. അപ്പം ഇനി മുതൽ അൺബോക്സ് ചെയ്യാൻ നേരത്ത് ജസ്റ്റ് കാണും. അപ്പം ഗൈസ് നമ്മൾ നേരെ അൺബോക്സിങ്ങിലേക്ക് പോവാണ്. അതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ നേരെ നമ്മൾ ജസ്റ്റ് അൺബോക്സിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഒട്ടും ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല. അപ്പോൾ നേരെ നമ്മൾ അൺബോക്സിങ്ങിലേക്ക് പോവാണ്. ജസ്റ്റ് സിസ്റ്ററുണ്ട്. ഞാനാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ആദ്യമായിട്ട് അൺബോക്സ് ചെയ്യാൻ പോവാണ്. എന്തായി തീരുമെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല. ഓക്കെ. ഓ, ആദ്യം തന്നെ കാണുവാണ്. യെസ്. അപ്പം ഗൈസ്, അപ്പം ഫസ്റ്റ് ഇൻ്റർഫേസ് ആണ്. പാക്കിംഗ് ആണ് കേട്ടോ. ആണെന്ന് പാക്കിംഗ് ക്വാളിറ്റി കൊള്ളാം ഫ്രണ്ട്സ്. അപ്പം നേരെ പെട്ടെന്ന് അയ്യ ഓക്കെ. പെട്ടെന്ന് കയറി. എനിക്ക് ധൃതി വേണം. ഈ അടിയിലിരിക്കുന്നതാണ് ഇങ്ങനത്തെ. ഫ്രണ്ട്സ്, അപ്പം നല്ലൊരു സാഹസം കഴിഞ്ഞ് പൊട്ടിച്ചതാ നമ്മുടെ റിംഗ് ലൈറ്റ് അതിൻ്റെ ഒരു പാക്ക് എടുത്തേക്കുവാണ്. അടുത്ത പാക്ക് ഇതാ എടുത്തിരിക്കുന്നു. എല്ലാം ഫുൾ പാക്ക്ഡാണ് ഗൈസ്. ഫുൾ നമ്മൾ അങ്ങോട്ട് ഇട്ടേക്കുന്നു. അപ്പം ജസ്റ്റ് എന്താണ് പറയാനുള്ളത്? ഇനി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട് കാണാൻ. അപ്പം ജസ്റ്റ് നമ്മൾ നേരെ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് അൺബോക്സ് സ്റ്റാൻഡ് വേണ്ടേ? ആദ്യം നമുക്ക് റിങ് ചെയ്യാം. ഓക്കെ. റിങ്ങിലേക്ക് എടുക്കുക. പോവാണ്. പൊട്ടിയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം കണ്ടിട്ട് റെഡിയാണ് ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ ലൈറ്റ്. ജസ്റ്റ് ആണെങ്കിൽ ഇന്ന് കത്തിച്ച് കാണിക്കാൻ വരുന്നില്ല. ഓക്കെ. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഗിംബിൾ. സ്റ്റെബിലിറ്റി സാധനം. സ്റ്റെബിലിറ്റി. ഇതൊക്കെ എന്തോ സംഭവം എന്ന് അറിയത്തില്ല. നമുക്കത് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്. നമ്മുടെ ലൈറ്റ് കൺട്രോളറാണ് ഇത്. നമ്മുടെ ലൈറ്റ് കൺട്രോളറാണ്. ഓക്കെ, ബട്ടണാണ്. ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. ഇത് എനിക്ക് തോന്നുന്നു ഗിംബൽ സ്റ്റെബിലിറ്റി പോലത്തെ സംഭവം എല്ലാം ആണെന്ന് തോന്നുന്നു. നല്ലൊരു സംഭവമുണ്ട്. ബാക്കി ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് നേരെ സ്റ്റാൻഡ് ഓപ്പൺ ചെയ്യാം. അപ്പം നെക്സ്റ്റ് നമ്മൾ സ്റ്റാൻഡ് അൺബോക്സ് ചെയ്യാൻ പോകും. അതിന്റെ അകത്ത് പിന്നെ പാക്കിംഗ് കേട്ടോ. നമ്മൾ നേരെ അത് അവിടെ കൊണ്ടിട്ടു. ഇത് പിന്നെ പാക്കിംഗ്, കുറെ പാക്കിംഗ് ഉണ്ട് ഇതില്. ഇതിന് എപ്പം പാക്ക് കൂടെ വെക്കാം. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു നല്ലൊരു ക്വാളിറ്റി ഉള്ള സംഭവമാണ്. കണ്ടിട്ട് പ്രശ്നമൊന്നും തോന്നുന്നില്ല. ജസ്റ്റ് എനിക്ക് ആ സ്മൂത്ത്നെസ് വേണ്ടി. ഇതൊക്കെ ലൂസാണെന്ന് തോന്നുന്നു. ഇത് എനിക്ക് തോന്നുന്നു ഇതും കൊണ്ട് എല്ലാം ചെയ്യാനായിരിക്കും. ഇത് കണ്ടില്ലേ? ഓക്കെ. ഇത് ഞങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് നോക്കാം. ഓക്കെ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫുള്ളൊന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ സാധനങ്ങളാണ് ഇത്. ഇത്രയാണ് ഇത്രയാണ് ആ ഒരു പാക്കിൽ വന്നത്. ഫുൾ പാക്ക് ഇത്ര. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരെ ഇത് അൺബോക്സ് ജസ്റ്റ് ഇത് എങ്ങനെയാണെന്ന് നോക്കാം. പർപ്പസ് അത് ജസ്റ്റ് ലൂസാക്കി കൊടുക്കുകയാണെങ്കിൽ നേരെ നമുക്കിത് നമ്മുടെ സാധനം സ്റ്റാൻഡൊക്കെ ചെയ്യുന്നതിന് കൂട്ടാനാണ്. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് സ്റ്റാൻഡ് ലൈറ്റായിട്ട് കൊടുത്ത് ഫസ്റ്റ് നമ്മൾ ചുമ്മാ ഇങ്ങനെ കൊടുത്താൽ മതി തോന്നുന്നു. എന്നിട്ട് നേരെ ജസ്റ്റ് താത്തി നോക്കി കഴിയുമ്പോൾ ഓക്കെ ഇവിടെ സെറ്റായി. ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ജസ്റ്റ് താഴോട്ട് വെക്കാം. ഓക്കെ, നമുക്ക് നേരെ ജസ്റ്റ് ഇതൊന്ന് താത്തി നോക്കി കഴിയുമ്പോൾ ഓക്കെ ഇവിടെ സെറ്റായി. ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ജസ്റ്റ് താഴോട്ട് വെക്കാം. ഓക്കെ, ഇവിടെ സെറ്റായി. ഓക്കെ, നമുക്ക് നേരെ ജസ്റ്റ് ഇതൊന്ന് താത്തി നോക്കി കഴിയുമ്പോൾ ഓക്കെ ഇവിടെ സെറ്റായി. ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ജസ്റ്റ് താഴോട്ട് വെക്കാം. ഓക്കെ, നമുക്ക് നേരെ
ഇത് നമുക്ക് ഇനി ഹൈറ്റ് കൂട്ടാൻ പറ്റും. ജസ്റ്റ് ഹൈറ്റ് ഇവിടെ ഇത് ജസ്റ്റ് യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് മാക്സിമം ഇത്രയാണ്. മാക്സിമം ഇത്രയാണ് ഹൈറ്റ്. നമുക്ക് ഇതും പിന്നെ നമുക്ക് ഹൈറ്റ് കൂട്ടാൻ പറ്റും. കുറേ ഉണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര നമുക്ക് വരേണ്ടി വരത്തില്ല. അപ്പോൾ നമ്മൾ നേരെ റിംഗ് ലൈറ്റ് ജസ്റ്റ് അതിലൊന്ന് ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ ഒന്ന് ജസ്റ്റ് ഗ്രേഡ് ചെയ്ത് നോക്കാം. നമ്മൾ നേരെ പവർ ബാങ്കിലോട്ട് കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് USB കേബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പവർ ബാങ്ക് വേണമെന്നില്ല. ചാർജറിൽ ഓക്കെ, നമുക്ക് എനിക്ക് ഒന്ന് നമ്മുടെ ഫോൺ ചാർജർ കണക്ട് ചെയ്യുന്നതിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്യാൻ തോന്നില്ലേ? അപ്പോൾ ജസ്റ്റ് നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് 4 ബട്ടൺ. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ ബ്ലൂ ലൈറ്റ് കത്തിയേക്കുന്നതാണ് ഓൺ ഓഫ്. പിന്നെ ഇത് മൈനസ് ചെയ്യും, കളർ ബ്രൈറ്റ് കുറയ്ക്കുന്നത്. പിന്നെ ഇത് നമുക്ക് വാം ലൈറ്റ്, ഡീപ് ലൈറ്റ് അങ്ങനെയാണ്. പിന്നെ ഇത് നമുക്ക് പ്ലസ് ചെയ്യാൻ പറ്റും. നമുക്ക് നേരെ ഒന്ന് ലൈറ്റ് ഇട്ട് നോക്കിയാലോ. ജസ്റ്റ് ഒന്ന് ഇട്ടു. നല്ല പ്രകാശം ഉണ്ട്. നല്ല എൻ്റെ മുഖത്തോട്ടൊന്ന് പിടിച്ചേ. ഞാൻ ലൈറ്റ് നോക്കാൻ പോണി. പൊളി നല്ല. അപ്പം ബ്ലാക്കിന്നാണ് ലൈറ്റ് വരുന്നത്. പിന്നെ നമുക്ക് വാം ആക്കിയാലോ. ഇതെങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നു നല്ലൊരു കളർ ഗ്രേഡാണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ബ്രൈറ്റ് പ്ലസ് വാമും ഉണ്ട്. ഇത് നല്ലൊരു ഇതാണ്. പിന്നെ മൈനസ് ചെയ്യാം, ബ്രൈറ്റ്നസ് കൂട്ടാം കുറയ്ക്കാം. നല്ല ഡീപ്പ് നല്ല ബ്രൈറ്റ് ആയിട്ട് കുറയ്ക്കാൻ പറ്റും. ഇനിയും ബ്രൈറ്റ് കൂട്ടാൻ പറ്റും. ഇതാണ് നമ്മുടെ മെയിൻ ഇതിൻ്റെ ഓപ്ഷൻസ്. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഈ ബ്ലൂ ബട്ടൺ ഞെക്കുമ്പോൾ ഓഫ്. ഇനി നമുക്ക് നേരെ ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്റ്റാൻഡിലോട്ടൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. അപ്പം നമ്മൾ നേരെ ജസ്റ്റ് സ്റ്റാൻഡിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ 3 ടൂൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് നമുക്ക് ഫോൺ ഹോൾഡറാണ് ഇത് വരുന്നത്. അപ്പം ജസ്റ്റ് ഇതാണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ജസ്റ്റ് ഒരു പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫോൺ ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം. ടൈറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഫോൺ ഇവിടെ ഇരുന്നോളും. നമുക്ക് ഫ്ലെക്സിബിളാണ്. ഇതിങ്ങനെ നമുക്ക് ഫോൺ വെച്ചെടുക്കുന്ന ആ ഒരു നമുക്ക് എങ്ങോട്ട് വേണേലും തിരിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ എന്താ ഈ ടൂളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റും. ഇതിവിടെ കണക്ട് ചെയ്യുക. ഓക്കെ, ഇതിവിടെ കണക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ സ്റ്റാൻഡിലോട്ട് ഫിറ്റ് ചെയ്യുക. സെൻറ്ററിൽ നമ്മൾ ഫിറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പം ജസ്റ്റ് ഫിക്സായി. ഇതപ്പോൾ നമുക്ക് ഏത് ആംഗിളിലോട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഇങ്ങനെ തിരിക്കാം, താഴോട്ടാക്കാം, മേലോട്ടാക്കാം. നമുക്ക് 360 മോഡലിൽ നമുക്ക് തിരിക്കാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ മെയിൻ ഇതെന്ന് പറയുന്നത്. ഇത് നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇവിടെ മേളിൽ ഫോൺ വെക്കാനും പറ്റും. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മളുടെ റിംഗ് ലൈറ്റ് എങ്ങനെയുണ്ട് ഒരു വാക്ക് പറയാം. നമ്മൾ റിംഗ് ലൈറ്റിനെ പറ്റി എന്ന് പറയുന്നത് റിംഗ് ലൈറ്റ് നല്ല പൊളി സാധനം. നമ്മൾ വിചാരിച്ചതിന്റെ കൂട്ടല്ല, ഞങ്ങൾ വിചാരിച്ച് തുറക്കുമ്പോൾ വാളുമല്ലോ. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സംഭവമാണ്. നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഞാൻ ഇതിന്റെ ഇതിന്റെ ലിങ്ക് ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. പ്രൈസ് കുറവാണ്, കുഴപ്പമില്ല. 1000 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കൊടുത്തേക്കാം. അപ്പം നമ്മുടെ ലൈറ്റ് ആണ് കഴിച്ചത്. ജസ്റ്റ് ഒന്ന് കത്തിച്ച് കൂട്ടിയത് ലൈറ്റ് വന്നു. ഓക്കെ, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി ലൈറ്റ് വന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിന്റെ പ്രകാശം കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫുൾ റൂം നിൽക്കുന്നത്. ഇത് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു വെട്ടം അങ്ങോട്ട് മാറും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പൊസിഷനിൽ വരുന്നത്. നമുക്ക് ജസ്റ്റ് വാം ലൈറ്റ് ഒന്ന് കഴിഞ്ഞു. ഇതാണ് വാം ലൈറ്റ്. ഓ, അടിപൊളി. ഓക്കെ ഓക്കെ, മറ്റേ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത്
ഓക്കെ, ഇത് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഏത് ജസ്റ്റ് എത്ര ഡാർക്കിലും നമുക്ക് നല്ലൊരു സ്മൂത്ത് എഫക്റ്റ് കിട്ടും ഈ ഒരു റിംഗ് ലൈറ്റ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ഇട്ടേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് മേടിക്കുക. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പം ഗായ്സ്, നെക്സ്റ്റ് പോസ്റ്റ് ഇടുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ. PAB TEC.